ക്രൈസ്തവ സഭകൾ തമ്മിലുള്ള തർക്കം ആത്മീയതയ്ക്കോ ക്രൈസ്തവ സാക്ഷ്യത്തിനോ നിരക്കുന്നതല്ല. എങ്കിലും സഭകൾ കാലത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്കും താല്പര്യ സംഘർഷങ്ങൾക്കും അടിപ്പെട്ടു പോകുന്നു. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? എന്തുകൊണ്ടിത് തുടരുന്നു? സഭയ്ക്കകത്തുനിന്നും പുറത്തുനിന്നുമുള്ള വെല്ലുവിളികൾ നേരിടുന്നതിൽ അന്യാദൃശ പാഠവും കാട്ടിയ ഒരു വൈദിക മേലധ്യക്ഷനാണ് ഇന്ന് എന്നോടൊപ്പമുള്ളത്. 85 വയസ്സ് കഴിഞ്ഞിട്ടും കർമ്മനിരതനായി തുടരുന്ന യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക മാർ ബെസേലിയസ് തോമസ് പ്രഥമൻ ബാവ നെരച്ചോയിൽ. എന്ത് പ്രതിസന്ധി വന്നാലും അത് നേരിടാൻ ഒരു പ്രത്യേക കഴിവാണ് ശ്രേഷ്ഠ ബാവയ്ക്കുള്ളത്. ഉപവാസമെങ്കിൽ ഉപവാസം, നിരാഹാരമെങ്കിൽ നിരാഹാരം. എന്നാൽ ഇതേ ബാവ തന്നെ കുർബാനയ്ക്കിടയ്ക്ക് ആത്മായവരോട് സംസാരിക്കുമ്പോൾ കരഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ബാവ ശരിക്കും ശക്തനാണോ ദുർബലനാണോ? യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ ശക്തനാണ്, ഞാൻ തനിയെ നിൽക്കുമ്പോൾ ബലഹീനനുമാണ്. കൂടുതൽ വൈകാരികമാവുന്നത് കൊണ്ടാണ് ഇങ്ങനെ കരയുന്നത് എന്ന ആക്ഷേപം വന്നിട്ടുണ്ടോ? ഞാൻ അതേക്കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ടില്ല. അത് പ്രാർത്ഥനയുടെ ഒരു ഭാഗമായി ദൈവദർശനത്തിൽ എൻ്റെ ആവശ്യം പറയുമ്പോൾ, ഉദാഹരണമായി എനിക്കിത്രയും പ്രായമായി, ഞാൻ എല്ലാം ഒരുങ്ങി കഴിയുന്ന കൂട്ടത്തിലാണ്. ക്രിസ്ത്യാനികളെല്ലാവരും എപ്പോഴും ഒരുങ്ങിയിരിക്കണം. ഞാൻ പ്രത്യേകിച്ച് ഇത്രയും പ്രായമായതുകൊണ്ട്. അപ്പോൾ ഒരു നല്ല അന്ത്യത്തിന് എന്നെ യോഗ്യനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഒരു മനുഷ്യനല്ലേ, അറിയാതെ പൊട്ടിപ്പോവും. അപ്പോൾ ചിലപ്പോൾ നിയന്ത്രിക്കാൻ അല്പം ബുദ്ധിമുട്ട് വരാറുണ്ട്. ബാവ ഒരു അഞ്ചലോട്ടക്കാരനായിരുന്നു, ബാവയ്ക്ക് അത്രയ്ക്ക് വിദ്യാഭ്യാസമില്ല. ഇതൊക്കെ കുറവായി ബാവയ്ക്ക് തോന്നിയിട്ടുണ്ടോ? ആരെങ്കിലും ഇതേക്കുറിച്ചൊക്കെ പരാമർശിച്ചത് കേട്ടിട്ട് വിഷമം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് എൻ്റെ നേരെ ആരും അങ്ങനെ വന്നിട്ടില്ല. ഞാനൊരു ആടുനോട്ടക്കാരനായിരുന്നു 13 വയസ്സിൽ, 13-14. അത് കഴിഞ്ഞൊരു കർഷകനായിട്ട് എൻ്റെ പിതാവിൻ്റെ പിന്നാലെ ഒഴുകുകയും കിളയ്ക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് സന്യാസ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ദർശനമുണ്ടായി. സന്യാസ ജീവിതം അപ്പോൾ അങ്ങനെ മുമ്പോട്ട് നീങ്ങി. ആർക്കും ശിക്ഷപ്പെട്ടു എന്ന് പറയാനൊന്നുമില്ല, എവിടെയെങ്കിലും പ്രത്യേക സ്ഥലത്ത് പഠിച്ചു എന്ന് പറയാനുമില്ല. എന്നാൽ ഓരോ സ്ഥലത്തും ദൈവം തക്ക സമയത്ത് വഴിയൊരുക്കി, അവിടുന്ന് തന്നെ ശക്തിപ്പെടുത്തി, അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്ത് കാര്യങ്ങളൊക്കെ നിവർത്തിക്കുക ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു അനുഭവമാണ് ഉള്ളത്. അതെ, ഒരു നേട്ടമായിട്ടൊന്നും പറയാനില്ല. ദൈവത്തിൻ്റെ ഒരു കരുണ സഭയ്ക്ക് വേണ്ടി ദൈവം നിവർത്തിക്കുന്നു എന്ന് മാത്രം. വിദ്യാഭ്യാസത്തിന്റെ ഒരു കുറവുണ്ടെങ്കിൽ അത് നികത്തുന്ന മറ്റെന്തോ ബാവയിലുണ്ട്. അതെന്താണെന്നാണ് ബാവയ്ക്ക് തന്നെ തോന്നിയത്? വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ടെന്നിപ്പോൾ അങ്ങ് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ശബ്ദം കേട്ടതേ ഉള്ളൂ. അങ്ങനെ എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ ചിലയിടത്തെല്ലാം ചെല്ലുമ്പോൾ എനിക്ക് ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവിടെ കുറച്ചുകൂടെ നേട്ടമുണ്ടാക്കാമായിരുന്നല്ലോ എന്ന ഒരു വികാരം മനസ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ അത് തെറ്റാണ്, നിനക്ക് വേറെ കുറവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നീ അങ്ങനെ ചിന്തിക്കുന്ന ഭോഷത്തരമാണ് എന്ന് തന്നെ തോന്നിയിട്ട് ആ ചിന്തയൊക്കെ മാറ്റിക്കളയാറുണ്ട്. ശ്രേഷ്ഠ ബാവയായി അഭിഷിക്തനായിട്ട് 12 കൊല്ലമായി. ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ ബാവയെ സങ്കടപ്പെടുത്തിയത് എന്താണ്? ഈ സഭയിലെ തർക്കം തന്നെയാണ്? സഭയിലെ തർക്കമൊന്നും അങ്ങനെ വലിയ വേദനയുണ്ടാക്കിയില്ല. വേദനയുണ്ടാക്കിയ വിഷയം സിറിയയിലും ടർക്കിയിലും പ്രത്യേകിച്ച് ഇറാഖിലുമൊക്കെ. സിറിയയിൽ ഞാൻ 64 പ്രാവശ്യം പോയിട്ടുണ്ട്, ഇറാഖിൽ 4 പ്രാവശ്യം പോയിട്ടുണ്ട്, ടർക്കിയിൽ 4 പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെയൊക്കെയുള്ള ദൈവജനം കഷ്ടപ്പെടുന്നതും ത്യാഗം സഹിക്കുന്നതും മറിച്ച് 2000 കൊല്ലത്തിന് പുറകോട്ട് നോക്കുമ്പോൾ കാണുന്ന ചിത്രം യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ ക്രൂശിച്ച് ആക്ഷേപിച്ച് ക്രൂശിച്ച് കൊല്ലുന്നു. ആ കാര്യങ്ങളെക്കുറിച്ചുള്ള വേദനയാണ് രാത്രിയിലും പകലിലുമെല്ലാം എന്നെ അങ്ങ് ഇഞ്ചിഞ്ചായിട്ട് ചെറുതാക്കുകയാണ്. സഹിക്കാൻ പറ്റുന്നില്ല. വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ബാവ പറഞ്ഞത്. ഇപ്പോൾ ദമാസ്കസിൽ സഭയുടെ ആസ്ഥാനത്ത് പോലും ക്രിസ്ത്യാനികൾക്ക് നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നു. ഇറാഖിൽ നിർബന്ധിത മതപരിവർത്തനം വരുന്നു, അവിടെ ആളുകളെ കൊല്ലുന്നു. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഉള്ളതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് സഭകൾക്ക് സമാധാനമായി കഴിയാൻ പറ്റാത്തത്? സഭകൾക്ക് സമാധാനമായി കഴിയാൻ പറ്റാത്തതിൻ്റെ
എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്താൻ എനിക്ക് കഴിയുകയില്ല. ഒരു കാര്യം എൻ്റെ എളിയ ബുദ്ധിയിൽ തോന്നുന്നത്, ദൈവത്തോടുള്ള അടുപ്പക്കുറവ്, അകൽച്ചയാണ് ഈ വിടവിനെല്ലാം മുഖാന്തരമായി തീരുന്നത്. യേശുക്രിസ്തുവിനെ മുൻപിൽ കണ്ടുകൊണ്ട് അവിടത്തെയാണ് ഈ സഭ, അവിടെ നിന്നാണ് ഈ സഭ, അവിടെ നിന്നാണ് എല്ലാം നടത്തുന്നത്. ആ വിധത്തിലുള്ള ഒരു ചിന്താഗതിയിൽ കൂടെ പോകണം. ഈ ലോകമാകുന്ന കുടുംബത്തിൻ്റെ നാഥൻ ദൈവമാണ് എന്ന് ചിന്തിച്ചിട്ട് ദൈവത്തോടടുത്ത് ദൈവത്തോട് ചേർന്ന് നിന്ന് ചിന്തിക്കുമ്പോൾ എല്ലാ കാര്യത്തിനും പരിഹാരമുണ്ടാകും, എല്ലാ കാര്യവും നേരെയാകും. നേരെയാകുന്നത് അതിൻ്റെ വഴികളെല്ലാം ദൈവത്തിൽ നിന്ന് മാത്രം കിട്ടേണ്ടതാണ്. ദൈവത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ടത് അല്ലെങ്കിൽ വരുന്നത് വിട്ടുവീഴ്ച എന്നതുകൂടിയാണ്. അങ്ങനെയെങ്കിൽ സഭകൾക്ക് തമ്മിൽ ഐക്യമുണ്ടാക്കുന്നതിന് വിട്ടുവീഴ്ചകളായിക്കൂടെ തർക്കത്തെക്കാൾ ഉപരി? ആദ്യം വരേണ്ടത് സ്നേഹമാണ്. രണ്ടാമത് വരേണ്ടത് 70 പ്രാവശ്യം ക്ഷമിക്കാനായിട്ട് അവിടുന്ന് കൽപ്പിച്ചു. അതുപോലെ ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറാകണം. അടച്ചിട്ട പള്ളിയിൽ കള്ളൻ കയറുക, അവിടെ കുടുങ്ങിപ്പോവുക, ആ ഒരു നിലയിലെത്തി. പ്രത്യക്ഷമായി നമ്മൾ കണ്ടതാണ്. അപ്രത്യക്ഷമായി അതിനേക്കാൾ കടുപ്പമേറിയ കാഠിന്യമേറിയ അക്രമവും അഴിമതിയും ഒക്കെ നടക്കുന്നുണ്ട്. ബാവ തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഈ സാഹചര്യത്തിൽ സഭ ഐക്യത്തിന് വേണ്ടി ഇനിയും ഒരു അന്തരീക്ഷം ഉണ്ടാവാം എന്ന് തോന്നുന്നുണ്ടോ? നിശ്ചയമായിട്ടും മനുഷ്യൻ വിധേയപ്പെട്ടാൽ അവിടെ ദൈവം പ്രവർത്തിക്കും, യാതൊരു സംശയവുമില്ല. മനുഷ്യൻ അസാധ്യമായതൊക്കെയും ദൈവം നിവർത്തിക്കുന്നയാളാണ്. അതിന് പരിഹാരം വരുത്താൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അല്ലാതെ ഉണ്ടാകുന്ന സമാധാനമോ എല്ലാം നിലനിൽക്കുകയില്ല. ബാബ, ഇരുഭാഗത്തെയുള്ള ന്യായാന്യായങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എങ്കിലും പൊതുസമൂഹം എങ്ങനെയാണ് ഈ സഭാ തർക്കത്തെ കാണുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വളരെ ആക്ഷേപമായിട്ടും പൈശാചികമാണ് ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം. അതിനോട് ചേർന്ന് സ്വത്തിന് വേണ്ടിയുള്ള ഒരു പരാക്രമവും കൂടിയാണ് ഈ കാണിക്കുന്നതൊക്കെയും എന്ന് ബുദ്ധിയിൽ കുറഞ്ഞവരും ബുദ്ധിമാന്മാരെല്ലാവരും ചിന്തിക്കുന്നതാണ്. ന്യായമായും അങ്ങനെ ചിന്തിച്ചു പോവില്ലേ? ഉദാഹരണത്തിന് പണമുള്ള പള്ളികളെ സംബന്ധിച്ചാണ് തർക്കമുള്ളത്. ഇപ്പോൾ തൃക്കുന്നത്ത് സെമിനാരി, അല്ലെങ്കിൽ മണർകാട് പള്ളി, കോലഞ്ചേരി പള്ളി, കടമറ്റം പള്ളി. പണമില്ലാത്ത പള്ളികളിൽ അത്രയ്ക്ക് തർക്കമില്ല. അപ്പം സ്വത്തിനെ കുറിച്ചാണ് ഈ തർക്കം എന്ന് കരുതുന്നതിൽ എന്താണ് അന്യായമുള്ളത്? യാക്കോബായ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം സ്വത്ത് മാത്രമല്ല. സ്വത്ത് മാത്രമായിരുന്നെങ്കിൽ ആളുകളെ പൊതുവിൽ ഇറക്കി അത് കൈകാര്യം ചെയ്തിട്ട് വരാൻ പറഞ്ഞു വിട്ടാൽ പെട്ടെന്ന് തീരും കാര്യങ്ങളൊക്കെ. പക്ഷേ അതല്ലല്ലോ കാര്യം. ഓർത്തഡോക്സുകാർ അവർക്ക് അവരുടേതായ വിശ്വാസവും അതിന് അടിത്തറയുള്ള പല കാരണങ്ങളും കണ്ടേക്കാം. യാക്കോബായ സുറിയാനി സഭ ലോകത്തിൽ ക്രൈസ്തവ സഭ ഉണ്ടായ കാലത്ത് മുളച്ചു വളർന്ന് വന്നതാണ്. ഈ സഭയ്ക്കും അതുപോലുള്ള ഘനമേറിയ ഒത്തിരി കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അതിന് പരിഹാരം കണ്ടെത്തുക എന്ന് പറയുന്നത് ഞാനോ ഈ സഭയിലെ 33 ബിഷപ്സോ വിചാരിച്ചാൽ സാധിക്കുന്നില്ല. അപ്പോൾ ഇതര ക്രൈസ്തവ സഭകളിലെ പിതാക്കന്മാരോ അല്ലെങ്കിൽ VR കൃഷ്ണയ്യരെ പോലെയൊക്കെയുള്ള ബുദ്ധിജീവികൾ, പരിചയവും പഴക്കവും വന്നവർ, ഇതൊന്നുമില്ലെങ്കിൽ 4 സമുദായ നേതാക്കൾ പുറം സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് മറ്റ് സഭകളിൽ നിന്ന് ഒരു മുൻകൈ ഇനിയും ഉണ്ടായാൽ ഇത് തീരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെയല്ലാതെ വേറൊരു മാർഗത്തിൽ കൂടെ ഈ പ്രശ്നം തീരുകയില്ല. ഈ കേസ് വിശകലനം ചെയ്യുവാണെങ്കിൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. കോടതിക്ക് മാത്രമേ ഇക്കാര്യത്തിൽ ഒരു സമവായത്തിൽ എത്തണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുള്ളൂ. അല്ലാതെ 2 സഭകളും ഒന്നായി പോവാനുള്ള ഒരു സാധ്യതയുണ്ടോ? അതോ 2 സഭകളാണെന്ന് അംഗീകരിച്ച് മാത്രമേ ഇനി പോകാൻ കഴിയുന്നുണ്ടോ? ഇല്ല, 2 സഭകളായിട്ട് അംഗീകരിച്ചു പോകുന്നതായിരിക്കും ഇരു കൂട്ടരുടെയും സ്വാതന്ത്ര്യം, സഭാ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതിരിക്കാൻ നല്ലത്. അതിൽ മധ്യസ്ഥന്മാർ കൂടിയിട്ട് എന്ത് വിട്ടുവീഴ്ച ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോഴും ചെങ്ങന്നൂരൊക്കെ ഒരേ പള്ളിയിൽ 2 കൂട്ടരും
100 വർഷങ്ങളായിട്ട് 100 വർഷത്തോട് അവിടെ ആരാധന നടക്കുന്നുണ്ട്. വിട്ടുവീഴ്ച എന്ന് പറയുമ്പോൾ ആരത് ചെയ്യുമെന്നൊരു ചോദ്യമുണ്ട്. യാക്കോബായ സഭ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണോ? യാക്കോബായ സഭയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസമാണ് വലുത്. സ്വത്ത് എന്ന് പറയുന്നത് അവർക്ക് ഉപയോഗിക്കാനും വിനിയോഗിക്കാനും വരുന്ന രണ്ടാമത്തെയോ മൂന്നാമത്തെയോ മാർഗമായിട്ടേ വരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് മറുഭാഗക്കാർ സമ്പത്തിനെ കുറിച്ച് കരുതുന്നു, ഞങ്ങളോ വിശ്വാസത്തെക്കുറിച്ച് കരുതുന്നു. ആലുവ തുർക്കുന്നത്ത് സെമിനാരിയിൽ 12 ഏക്കർ സ്ഥലം വാങ്ങി അതെല്ലാം ഉണ്ടാക്കിയത് ഒരു പ്രമാണമുണ്ട് അതിനകത്ത്. അന്ത്യോക്യ സിംഹാസനത്തിന് കീഴിൽ ഉള്ളവർക്ക് ആരാധിക്കാൻ വേണ്ടി. അത് ഞങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് സഭ വേണ്ട എന്ന് വയ്ക്കുന്നത് പോലെയിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്ത് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് മൂന്നാമതൊരാൾ അല്ലെങ്കിൽ ഒരു വ്യക്തി ആരെങ്കിലും അതിനകത്ത് ഇടപെട്ടിട്ട് തീരുമാനമെടുത്താൽ ഞങ്ങളുടെ പ്രമാണം സഖായി യേശുക്രിസ്തുവിനോട് കൽപ്പിച്ചതാണ്. ഞാൻ ആരിൽ നിന്നെങ്കിലും കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിന് 4 ഇരട്ടിയായി മടക്കി കൊടുക്കാം. മധ്യസ്ഥന്മാർ മറുഭാഗക്കാരുടെ എന്തെങ്കിലും ഒരു സെൻറ്റ് ഭൂമിയോ എന്തെങ്കിലും ഞങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് വെളിപ്പെട്ടാൽ ആ പ്രമാണം ഇന്നും ഞങ്ങൾ സ്വീകരിച്ച് അതിന് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ ഈ സഭാ സമാധാനം എന്ന് പറയുന്ന ആ മഹാസംഭാവം ഉണ്ടാകുന്നതിന് ഒരു ഭാഗക്കാരായി ഞങ്ങൾ ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. ഞാൻ അതിനെ തലക്കെട്ട് പറഞ്ഞായിരുന്നു. എല്ലാ കാര്യങ്ങളിലും അന്തിമ തീരുമാനമെടുക്കുന്നത് പരിശുദ്ധ പാത്രീസ് ബാവയാണ്. ബാവ തന്നെ സൂചിപ്പിച്ച ഈ മൂന്നാം ശക്തിയായി പലപ്പോഴും സർക്കാരുകളും രാഷ്ട്രീയക്കാരും രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. അവരുടെ ശ്രമങ്ങൾ ഇത് മോശമാക്കാനേ ഉപകരിച്ചിട്ടുള്ളൂ, അതോ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു? അല്ലല്ല, കാലാകാലത്ത് ന്യായമായ ആത്മാർത്ഥത അവരൊക്കെയും കാണിച്ചിട്ടുണ്ട്. സി അച്യുതമേനോൻ്റെ ഭരണകാലത്ത് അദ്ദേഹം ചിരിക്കാത്ത ഒരു മനുഷ്യനാണ്. ഇത് തീരുന്നു, അതിനുള്ള മാർഗം തെളിഞ്ഞു എന്ന് വന്നപ്പോൾ അദ്ദേഹം ചിരിച്ചത് ഞാൻ ഓർക്കുന്നു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു മറ്റൊരു പിന്മാറി എന്ന് പറഞ്ഞു. അതിനത് വെളിപ്പെടുത്താൻ കാരണം ഇവിടെ വന്ന ഓരോ ഗവൺമെൻറ്റുകളും ഈ കാര്യത്തിൽ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ അറ്റത്ത് അവർക്ക് എന്തെങ്കിലും ചെറിയ ഗുണങ്ങൾ കിട്ടും, ഇതൊരു വലിയ ശക്തിയാണ്, അവരെയൊക്കെ ഉപയോഗിക്കാം എന്നവർ മനസ്സിൽ കണ്ടു കാണും. പക്ഷേ അതല്ല, നമ്മളത് ഒന്നിപ്പിക്കാനായിട്ടുള്ള, ഇത് തീർക്കാനായിട്ടുള്ള അവരുടെ പരിശ്രമമാണ്. കെ കരുണാകരനുമായി ബാവ വളരെ അടുപ്പത്തിലായിരുന്നല്ലോ. അതെ, ആയിട്ടാണ്. ഉമ്മൻചാണ്ടി സർക്കാർ വന്നതിന് ശേഷം അതിനെന്തെങ്കിലും മാറ്റമുണ്ടായി എന്ന് കരുതുന്നുണ്ടോ? പൊതുവായിട്ട് പറഞ്ഞാൽ മാറ്റമില്ല. അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നോ അനുഭാവികളോ അങ്ങനെയുള്ള ആളുകൾ എവിടെയെങ്കിലും ചൂഷണം ചെയ്തിട്ടില്ല എന്ന് പറയാൻ ഒക്കുകയില്ല. അത് ഗവൺമെൻറ്റിനെ ക്ഷീണിപ്പിക്കുന്നതായിട്ട് വരും. ഉദാഹരണമായി പറഞ്ഞാൽ പഴന്തോട്ടം പള്ളി കേസ് പാത്രീസ് കക്ഷിക്ക് ഗുണമായി വിധിച്ചു. അപ്പോൾ അവർ കേസിന് വീണ്ടും പോയി അത് നടന്നില്ല. അപ്പോൾ ഞങ്ങളോട് പിറവത്തെ ഇലക്ഷൻ കഴിഞ്ഞ് ആ സന്ദർഭം ഇവിടെ അറിയിക്കുമ്പോൾ മാത്രമേ ആ വിധി ഒരു ശവസംസ്കാരം കയറി നടത്തുന്നതിന് ഇടപെടാവൂ, അതുപോലെ അനങ്ങാതിരിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. 3 പ്രാവശ്യം ലാത്തി ചാർജ് നടത്തി. എൻ്റെ ചുറ്റും നടന്ന പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ ആളുകളെ പൂരത്തല്ലി. ഒരു തിരുമേനിക്കും കിട്ടി. ഒരു സ്ത്രീയുടെ 2 കാലും ഒടിഞ്ഞത് ഞാൻ കണ്ടു. അവരെ എടുത്തുകൊണ്ട് പോകുന്നത്. ഞാൻ അവിടെ ഇരുന്നു. ഞാൻ എഴുന്നേറ്റാൽ അപകടമാണ് എന്ന് എനിക്കറിയാം. വിശ്വാസികൾ തല്ലുകൊള്ളുന്നതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അവിടെ അതാണ് പ്രയോജനപ്പെടുന്നത്. ഞാൻ പറഞ്ഞത് അതുപോലുള്ള അരുതാത്ത
ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയോ പ്രേരണ കൊണ്ട് മറ്റും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ഒക്കുകയില്ല. പക്ഷേ ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായ ഒരുപാട് സ്നേഹമാണ്. 10 ദിവസം മുമ്പ് അല്ല 22-ാം തീയതി കഴിഞ്ഞ അദ്ദേഹം ഇവിടെ വന്നിരുന്നു. ഏതാനും ഒത്തിരി സമയമുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും പിന്നെ ഒരു സഹകരണമുണ്ട്. അതെ അതെ, അദ്ദേഹം പുതുപ്പള്ളിയിലെ കുഞ്ഞുഞ്ഞും ഞാൻ പുത്തൻകുരിശിലെ കുഞ്ഞുഞ്ഞാണെന്ന് മാത്രമേ ഉള്ളൂ. അത്രയും അകലമേ ഉള്ളൂ. ഇടയ്ക്ക് യാക്കോബായ സഭയ്ക്ക് ഒരു ഇടതുപക്ഷ ചായ്വുണ്ട് എന്നൊരു ആക്ഷേപം ഉയർന്നിരുന്നു. കോടിയേരി ബാലകൃഷ്ണനൊക്കെ ആയിട്ട് ബാവയ്ക്ക് കൂടുതൽ അടുപ്പമുണ്ടെന്നും അവർ സഹായിച്ചു എന്നൊക്കെ, അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ആകൽക്കർ ഒഴിച്ച് ബാക്കി എല്ലാവരുമായിട്ട് എനിക്ക് സ്നേഹമാണ്. നമ്മളെല്ലാം അടുപ്പക്കാരാണ്. അപ്പോൾ അത് ആളുകളൊരു ആയുധമായി എടുത്ത് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആരോടും പ്രത്യേകതയൊന്നുമില്ല. അപ്പൊ സഭയ്ക്ക് എനിക്ക് ജനം തെരഞ്ഞെടുക്കുന്ന ഗവൺമെൻറ് അധികാരികൾ അവരെ നമ്മൾ അനുസരിച്ചേ മതിയാവും. ശാന്തിക്കും സമാധാനത്തിനും. അതാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാറുള്ളത്. ഇനിയും അതേ ഉണ്ടാവും. യാക്കോബായ സഭയ്ക്ക് എന്തെങ്കിലും പ്രത്യക്ഷമായ രാഷ്ട്രീയ ചായ്വുണ്ടോ ഇല്ലയോ? അത് ഒരു സഭയ്ക്ക് നല്ലതല്ല. ഞങ്ങൾ അങ്ങനെ സ്വീകരിക്കുക. കാലാകാലങ്ങളിൽ ഈ കേരള സംസ്ഥാനത്തിന് കൊള്ളാവുന്ന ആളുകൾ എന്ന് തോന്നുന്നവരെ കുറിച്ച് ഞങ്ങൾ അറിയുകയും പഠിക്കുകയും ചെയ്യും. അവർ വിജയിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ രാഷ്ട്രീയ കക്ഷിയല്ലാതെ ഒരു സഭയായിട്ട് നിന്ന് ആവശ്യമായിരിക്കുന്ന ഒത്താശകളൊക്കെയും ചെയ്തു കൊടുക്കും ഞങ്ങൾ. സഭയിലെ അംഗങ്ങളാണെങ്കിൽ പോലും പ്രതിസന്ധി സമയത്ത് സഭയെ സഹായിക്കാത്തവരാണെങ്കിൽ അവരെ സഭ തിരിച്ചു സഹായിക്കില്ല എന്നുണ്ടോ? അപ്പോൾ ഒരു തവണ PP തങ്കച്ചൻ തോറ്റു, ഇത്തവണ ചാലക്കുടിയിൽ ഏറ്റവും കൂടുതൽ യാക്കോബായക്കാരുള്ള സ്ഥലമായിട്ടും PC ചാക്കോ തോറ്റു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ശത്രുക്കളെ സ്നേഹിക്കാനാണ് ദൈവം ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളത് നോക്കുന്നില്ല. ഇലക്ഷന്റെ ഫലം വെച്ചാണെന്നുണ്ടെങ്കിൽ ശത്രുക്കളെ സ്നേഹിച്ചതായി കാണുന്നില്ല. അല്ല, അങ്ങനെ കഴിഞ്ഞ പിന്നെ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ശത്രുക്കളും മിത്രങ്ങളുമായി ആരെയെങ്കിലും കാണേണ്ട രീതിയിലുള്ള ഒരു പിന്നെ തർക്കത്തിലോ ബഹളത്തിലോ ആ വിധത്തിലേക്ക് പോയില്ലായിരുന്നു. ചാലക്കുടിയിലെ ചാക്കോയുടെ തോൽവിക്ക് യാക്കോബായ സഭയുമായി ബന്ധമൊന്നുമില്ല എന്നാണോ പറയുന്നത്? യാക്കോബായ സഭ അങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കാറില്ലല്ലോ. ഈ കഴിഞ്ഞ ഞാൻ 41 വർഷമായി ഒരു ബിഷപ്പായിട്ട് ഇതുവരെയും അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. സഭകൾ തമ്മിലുള്ള തർക്കങ്ങൾ പോലെ തന്നെ യാക്കോബായ സഭയ്ക്ക് ഉള്ളിലും ചില തർക്കങ്ങൾ ഉണ്ട് എന്ന വാർത്തകൾ അടുത്ത കാലത്ത് വന്നിരുന്നു. ഇപ്പോൾ അപ്രയും പാത്രിയാർക്കീസ് തിരുമേനി വന്നതിന് ശേഷം എന്തെങ്കിലും വ്യത്യാസം ഈ സഭയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആ സഭയ്ക്ക് പഴയ നിലപാടാണ്. അതായത് ഈ സഭയുടെ പ്രധാന തലവൻ പത്രോസിൻ്റെ പിൻഗാമി പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവായാണ്. എല്ലാ കാര്യങ്ങളിലും അന്തിമ തീരുമാനം എടുക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തെ കേട്ട് അനുസരിച്ച് അനുഗ്രഹം പ്രാപിച്ചു പോകുന്ന ഒരു രീതിയാണുള്ളത്. ഇപ്പോഴും അത് തന്നെ തുടരുകയാണ്. ബാവ തന്നെയാണ് അപ്രയും പാത്രിയാർക്കീസ് ബാവയെ വാഴിച്ചത്. ഞാനല്ല, പരിശുദ്ധ സഭയാ, പരിശുദ്ധ സുന്നോദോസ, പരിശുദ്ധാത്മാവ. അതെ, ഇപ്പൊ സൂനകദോസ് എന്ന് ബാവ തന്നെ പറഞ്ഞു. സൂനകദോസാണ് പ്രാദേശികമായി ഏറ്റവും അധികാരമുള്ള സമൂഹം. ആ സൂനകദോസിന്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി അടുത്ത ദിവസങ്ങളിൽ മെത്രാപ്പൊലീത്താമാരുടെ സ്ഥലമാറ്റം സംബന്ധിച്ച് ചില നിർദ്ദേശങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു. അത് വേദന ഉണ്ടാക്കിയോ ബാവയ്ക്ക്? ഞാൻ അതിനെ തലക്കെട്ട് പറഞ്ഞായിരുന്നു. എല്ലാ കാര്യങ്ങളിലും അന്തിമ തീരുമാനമെടുക്കുന്നത് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയാണ്. അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിച്ച് വളരെ വിനയപൂർവ്വം പോവുക എന്നുള്ളതാണ് പരിശുദ്ധ സഭയുടെ പാരമ്പര്യം. ഈ സഭ എന്നും ആ വഴിയിൽ കൂടെ തന്നെ പോകും. സൂനകദോസിന്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ നിർദ്ദേശങ്ങൾ ഇതിനു മുമ്പ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? വിരുദ്ധമായിട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ലല്ലോ. പരിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമിയായ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഉള്ള കാര്യങ്ങൾ ദൈവം അദ്ദേഹത്തിന് കൊടുക്കുന്ന വഴികളിൽ കൂടെ പോകുന്നത് വിരുദ്ധമാണെന്ന് പറയാൻ സാധിക്കുകയില്ല. മെത്രാന്മാർക്ക് സ്വകാര്യ സ്വത്ത് ഉണ്ടാവാൻ പാടില്ല എന്ന നിലയിൽ പാത്രിയാർക്കീസ് ബാവയുടെ ഒരു സർക്കുലർ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോഴത്തെ അഭിപ്രായ ഭിന്നതയ്ക്ക് അതാണ് കാരണമെന്നും പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അത് ആരുടെയോ ഈ അസൂയ എന്ന് പറയുന്ന അതൊരു പാപമല്ലെങ്കിലും അത് ചെറുതായ ഒരു ദോഷമാണ്. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്.
ഈ സഭയിൽ എല്ലാവരും ചിലർ കൂടുതൽ ചെയ്യും, ചിലർക്ക് അത്രയും ചെയ്യാൻ സാധിച്ചെന്ന് വരികയില്ല. അതിന് സാഹചര്യങ്ങളൊക്കെ കാണും. അത് എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടമായി കരുതി സഹിച്ച് സന്തോഷത്തോടെ ഐകമത്യത്തോടെ പോവുകയാണ്. ഇപ്പോൾ അപ്പറയും പാത്രിയാർക്കീസ് ബാവയും ശ്രേഷ്ഠ ബാവയും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് ആഗ്രഹിച്ചാരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള മറുപടി എന്താണ്? അവർക്കുള്ള മറുപടി, അവർ പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് പോയാൽ മതി. അവർ ഏതെങ്കിലും കലഹം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വൃഥാവായി പോകും. ദൈവത്തിൽ ആശ്രയിച്ച് അവർ ചിന്തിക്കുകയും പോവുകയാണ് ചെയ്യേണ്ടത്. ശ്രേഷ്ഠ ബാവയായി ഈ സഭയെ ഇത്രയും കാലം നയിച്ച അതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ബാവയ്ക്ക് ഏറ്റവും സംതൃപ്തി നൽകുന്നത് എന്താണ്? എനിക്ക് ദുഃഖം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും എല്ലാ കാര്യങ്ങളിലും അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അതിൽ ദൈവം ഇനി ദോഷമുള്ള ഒരു വഴിക്ക് കൂടെ തിരിഞ്ഞാൽ അത് നല്ല വഴിക്കാക്കി തീർക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നതും സേവിക്കുന്നതും. അവിടുന്ന് അതിന് പരിഹാരം വരുത്തിത്തരും. അതുവരെയും സഹിച്ചും ക്ഷമിച്ചും പോകാനായിട്ടുള്ള ഒരു മനസ്സ് ദൈവം എനിക്ക് തരാൻ, ഒരു കരുത്ത് തരാൻ പ്രാർത്ഥിച്ച് ഞാൻ മുമ്പോട്ട് പോകും. പാവപ്പെട്ട ആളുകളുടെ അവസ്ഥ സ്വയം അറിയാവുന്ന ആളാണ് ബാവ. ബാവയ്ക്ക് തന്നെ അച്ഛൻ പട്ടം 1 മാസം താമസിക്കാനുള്ള കാരണം ഒരു കുപ്പായം തയ്പ്പിക്കാൻ പണമില്ലായിരുന്നതാണ്. ആ അവസ്ഥയിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ 25 സെൻറ്റ് സ്ഥലം മാത്രം ഉണ്ടായിരുന്ന സഭയ്ക്ക് ഇപ്പോൾ ഒരുപാട് സ്വത്തുക്കളൊക്കെ ഉണ്ടായി. പക്ഷെ അത് ഒരു നേട്ടമായി എണ്ണുന്നുണ്ടോ ബാവ? ഇല്ല, ഒരിക്കലുമില്ല. ശാന്തിയും സമാധാനവും ഐകമത്യവും ആ വിധത്തിലുള്ള വളർച്ചയാണ് ദൈവിക അനുഭവവും അനുഗ്രഹവും. അത് പൂർണ്ണമായി വരിക എന്ന് പറഞ്ഞാൽ ദൈവമായി മാറും. എന്നാൽ അത് വഹിക്കാവുന്ന, സഹിക്കാവുന്ന, പരിഹരിക്കാവുന്ന മാർഗങ്ങളൊക്കെ പ്രാർത്ഥിച്ച് അതിൽ കൂടെ മുമ്പോട്ട് പോകും. ഇപ്പോൾ 85 വയസ്സ് കഴിഞ്ഞ ബാവ പലപ്പോഴും പറയാറുണ്ട് ഈ സ്ഥാനം ഒഴിയണമെന്ന്. പക്ഷെ ഓർത്തഡോക്സ് സഭയിലെ പോലെ ഒരു നിയുക്ത കാതോലിക്കയെ വാഴിക്കണം എന്ന് തോന്നാത്തത് എന്തുകൊണ്ടാണ്? അത് എനിക്ക് തോന്നേണ്ടതല്ല. സഭയുടെ മാനേജിങ് കമ്മിറ്റി, വർക്കിംഗ് കമ്മിറ്റി, അസോസിയേഷൻ അവർ കൂടിയിട്ട് തീരുമാനിക്കേണ്ടതാണ്. അവർ തീരുമാനിക്കാൻ താമസിക്കുമ്പോഴാണ് ഞാൻ പതുക്കെ പ്രാർത്ഥിക്കാനായിട്ട് മാറേണ്ടി വരുന്നത്. ഇത്രയും കാലത്തെ സഭാ ജീവിതം കൊണ്ട് ബാവ എങ്ങനെ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്? ഒരുപക്ഷെ ഈ സഭയ്ക്ക് ആത്മീയമായി നേതൃത്വം നൽകിയ ഒരു ഇടയൻ എന്ന നിലയിലാണോ, അതോ ഒരുപാട് പ്രതിസന്ധികളിൽ ഈ സഭയെ പിടിച്ചു നിർത്തിയ സർവ്വസൈന്യാധിപൻ എന്ന നിലയിലാണോ? ദൈവം നടത്തുന്ന ഒരു മനുഷ്യനായിട്ട് മാത്രം അറിയപ്പെട്ടാൽ മതി. അതാണ് ഈ ലോകത്തിൽ എന്നെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം. അപ്പോൾ ഇനിയും ദൈവം വഴി നടത്തട്ടെ. സഭാ ഐക്യത്തിനു വേണ്ടി ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ തന്നെ ഉണ്ടാവട്ടെ. വളരെ നന്ദി. ഞാൻ വളരെ വിനയത്തോടെ പ്രാർത്ഥിക്കുകയും മനുഷ്യന് അസാധ്യമായതെല്ലാം നിവർത്തിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. അസാധ്യമെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെയും ദൈവം നിവർത്തിച്ച് തന്നിട്ടുണ്ട്. അതുപോലെ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ബഹുമാനപ്പെട്ട കോടതി ആവർത്തിച്ച് സംസാരിച്ചിട്ടുള്ളതുപോലെ, വെളിപ്പെടുത്തിയിട്ടുള്ളതുപോലെ ഈ ഇരു സഭകളും യോജിച്ച് അനുഗ്രഹകരമായി മാനുഷികമായ ക്രിസ്തീയമായ സ്നേഹം, നടപടിക്രമങ്ങൾ വെളിപ്പെടുത്തി പോകുവാൻ ഇടവരട്ടെ. മനോരമ ന്യൂസ് ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ താമസ സ്ഥലത്ത് വന്ന് ക്രമീകരിച്ച എല്ലാ കാര്യങ്ങളും നന്ദിയോടെ ഓർത്തിട്ട് ഞാനിപ്പോൾ വിരമിക്കുകയാണ്. ശാന്തിയും സമാധാനവും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. നിങ്ങളെ എല്ലാവരെയും വളരെ വിനയപൂർവ്വം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ നന്ദി.